ശുക്രൻ ഓരോ ലഗ്നങ്ങൾക്കും 7ാം ഭാവത്തിൽ നിന്നാലുള്ള ഫലം. ഒരാളുടെ സജഷനായിരുന്നു, അത് പേര് ഓർമ്മയില്ല. പക്ഷെ നമ്മൾ 12 ലഗ്നങ്ങൾക്കും ശുക്രൻ 7ലുണ്ടായാൽ വിവാഹകാരകനായ, വിവാഹത്തെ തടസ്സം ചെയ്യുന്നത്, പലപ്പോഴും വിവാഹ തടസ്സം കൊടുക്കുന്നത് ശുക്രന്റെ ഭാവത്വം വരുമ്പോഴാണ്. നമ്മൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് ശുക്രനെ ഉപയോഗിക്കുക. കാമകാരകൻ എന്നാ പറയുക. ശുക്രന്റെ ജീവകാരകത്വം എന്ന് പറയുന്നത് കാമം തന്നെയാണ്. ശുക്രൻ ജീവകാരകത്വം കാമം തന്നെയാണ്. ശുക്രന്റെ ജഡകാരകത്വം എന്ന് പറയുന്നത് ലക്ഷറിയാണ്. ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ, വണ്ടി, വീട്, വാഹനം എല്ലാം വളരെ ലക്ഷറി ആയിട്ട് ബ്രഹ്മാണ്ഡമായിട്ട് ചെയ്യാൻ തരുന്ന ഒരു ഗ്രഹമാണ് ആര്? ശുക്രൻ. ശുക്രന്റെ 2 കാരകത്വങ്ങളുമാണ്. അത് 7ൽ നിൽക്കുമ്പോൾ പ്രധാനമായിട്ടും കാമം എന്ന് പറയുന്ന, ഇണ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് പലതരത്തിലുള്ള അവസ്ഥയിൽ പല ലഗ്നങ്ങൾക്കും വരിക. ശുക്രൻ എല്ലാവർക്കും ഒരുപോലെ കാരകോ ഭാവനാശ എന്ന് പറയും. കാരകോ ഭാവനാശ എന്ന് പറയുന്ന 7ൽ നിന്ന് ശുക്രൻ ഉണ്ടാവും എന്ന് പറയുമെങ്കിലും സത്യത്തിൽ ശുക്രന് പാപത്വം വന്നാൽ മാത്രമേ അങ്ങനെ സംഭവിക്കുള്ളൂ. ശുക്രന് പാപഗ്രഹങ്ങളുടെ ബന്ധം, യോഗം, ദൃഷ്ടി ഇങ്ങനെ വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ആധിപത്യ ദോഷം ചെയ്ത് വരണം. ഏത് ലഗ്നങ്ങൾക്കാണ് ശുക്രൻ ദോഷം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാര്യം പല വീഡിയോയിലും ഞാനത് സൂചിപ്പിക്കലുണ്ട്. മീനം, ധനു ലഗ്നങ്ങൾക്ക് ശുക്രൻ മോശമായിട്ട് തന്നെ വരും. എവിടെ നിന്നാലും മോശമായിട്ട് തന്നെ വരും. മീനത്തിനും ധനുവിനും 2 ലഗ്നങ്ങൾക്ക്. മീനലഗ്നത്തിൽ ഗുരുവിന്റെ ലഗ്നമായ മീനത്തിനും അതീത ശത്രുവായി അഷ്ടമാധിപനായി ശുക്രൻ 7 നിന്നാൽ നീചനാവുന്നു മാത്രമല്ല, അഷ്ടമാധിപൻ ആധിപത്യ ദോഷം ചെയ്യുന്ന തരത്തിലെ 7 നിൽക്കുന്ന ശുക്രദശ വരും. അതുപോലെ തന്നെ ധനു ലഗ്നക്കാർക്ക് 6ാം ഭാവാധിപനായ ശുക്രൻ, ആ ശുക്രൻ 7 നിന്നാലും അല്ല മറ്റേത് സ്ഥലത്ത് നിന്നാലും ശുക്രൻ ദോഷമായിട്ട് തന്നെ, ഈ 2 ലഗ്നങ്ങൾക്ക് ശുക്രൻ ദോഷമായിട്ട് തന്നെ വരും. ഇടവ ലഗ്നത്തിന് 6ൽ നിൽക്കുന്ന ശുക്രൻ ദോഷമായിട്ട് വരും. തുലാലഗ്നത്തിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രനും ദോഷമായിട്ട് തന്നെ വരും. ഇതാണ് പൊതുവെ ശുക്രൻ തരുന്ന ദോഷം തരുന്ന ഭാവങ്ങൾ. ഇത് നമുക്ക് ശുക്രനെ 7ൽ നിൽക്കുന്ന ഓരോ ലഗ്നങ്ങൾക്കും പ്രധാനമായിട്ടും നമ്മൾ ആദ്യ ലഗ്നമായിട്ട് എടുക്കുക. നമ്മൾ എപ്പോഴും മേടമാണ്. അപ്പോൾ മേടലഗ്നത്തിന് എടുക്കാം. മേടലഗ്നത്തിലെ 7ൽ ശുക്രൻ എങ്ങനെയാണ് ഫലം എടുക്കുക? 7ല് ചൊവ്വ നിന്നാൽ, ഇതിന്റെ കൂടെ പറയേണ്ട ഒരു വിഷയമാണ്. 7ൽ ചൊവ്വ നിന്നു എന്നതുകൊണ്ട് വിവാഹ തടസ്സം എന്ന് പറഞ്ഞുകൂടാ എന്നുള്ള സത്യം. 7ൽ ചൊവ്വ നിൽക്കുകയാണെങ്കിലും ചൊവ്വ പാപനാണോ ശുഭനാണോ, അല്ലെങ്കിൽ പാപബന്ധമാണോ ശുഭബന്ധം, ചൊവ്വ ഒറ്റയ്ക്കാണോ കൂടി ചൊവ്വ വലിയ ദോഷം ചെയ്യില്ല. ചൊവ്വയ്ക്ക് ശനിബന്ധം, രാഹുബന്ധം അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വരുമ്പോഴാണ് 7ലെ ചൊവ്വ വല്ലാതെ ബുദ്ധിമുട്ടിക്കുക. മാത്രമല്ല ചൊവ്വ ദശ വരുമ്പോൾ മാത്രമേ ചെയ്യുള്ളൂ. ചൊവ്വ ദശ വരുന്നില്ല എങ്കിൽ ആ ദോഷം, ദശാദോഷം ശരിക്കും സംഭവിക്കില്ല. ജാതകത്തില് 7ലെ ചൊവ്വ അപഹാരങ്ങൾ തരുന്ന ചെറിയ പ്രശ്നങ്ങളെ വരുള്ളൂ. അതൊരു വലിയ ദോഷമായിരിക്കില്ല. ലഗ്നാധിപന് ബലം ഉണ്ടെങ്കിൽ 7ലെ ചൊവ്വ അത്ര വലിയൊരു തടസ്സമല്ല. ചൊവ്വ ദശ എപ്പോൾ സംഭവിക്കും? ദോഷം 7ലെ ചൊവ്വ ദോഷമാണെന്ന് എല്ലാവരും പറയും. എപ്പോൾ ദോഷമാണ്? ചൊവ്വ ദശ വരുമ്പോൾ. ഒരു ഗ്രഹത്തിന്റെ ദോഷവും ഗുണവും തീരുമാനിക്കുന്നത് ദശയിൽ മാത്രമാണ്. ശുക്രൻ 7ൽ നിന്നു, മേടലഗ്നത്തിന് 7ൽ ശുക്രൻ നിന്നു, ദശ വന്നാലേ ദോഷം ഉണ്ടാവുള്ളൂ, ഗുണം ഉണ്ടാവുള്ളൂ. ഇത് 7ൽ ശുക്രൻ നിന്നു, 7ാം ഭാവാധിപനായ ശുക്രനാണ്. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇയാൾക്ക് 10 വയസ്സിൽ, ഇയാൾക്ക് ശുക്രന്റെ ഭരണി നക്ഷത്രത്തിലാണ് ജനിച്ചതെന്ന് വയ്ക്കാം. ചന്ദ്രൻ ഇവിടെ തന്നെയാണ്, അല്ലെങ്കിൽ അശ്വതിയിലാണ് ജനിച്ചത്, ഭരണിയിൽ ജനിച്ചു. ഭരണി നക്ഷത്രത്തിലെ ചന്ദ്രൻ നിൽക്കുന്ന ജനനമാണ്. ഭരണിയിൽ അയാൾക്ക് 10 വയസ്സ് വരെ കിട്ടി. ശുക്രദശ 10 വയസ്സ് വരെയാണ്. ശുക്രദശ അയാൾക്ക് 10 വയസ്സ് വരെ ഉണ്ട്. ഒരു കാര്യമല്ല ഈ ശുക്രദശ ഉണ്ട്. ശരീരം കൗമാരത്തിൽ നിൽക്കുന്ന 12 വയസ്സ് വരെ നൈസർഗികമായി ബുധന്റെ ശക്തിയാണ് ശരീരത്തിൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. കൗമാരത്തിൽ നിൽക്കുന്ന ശരീരത്തില് ശുക്രൻ വർക്ക് ചെയ്യില്ല. പ്രാപ്തമായ കാമം ആസ്വദിക്കാനോ അനുഭവിക്കാനോ യോഗമുള്ള സമയത്ത് ശുക്രദശ വന്നാൽ മാത്രമേ ആ ശുക്രൻ വർക്ക് ചെയ്യുള്ളൂ. ഏതുവരെ? നമുക്കറിയാം, ഒരു 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ള സമയത്താണ് ശുക്രൻ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ ശുക്രൻ ഇതിനിടയിൽ കിട്ടണം. എവിടെ നിന്നു എന്നതിനേക്കാൾ കൂടുതൽ ഏത് സമയത്ത് ദശ വരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണ നക്ഷത്രത്തിലാണ് ചന്ദ്രൻ നിന്നതെങ്കിൽ ശുക്രനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ 7ാം ഭാവത്തിൽ ശുഭത്വം വരും. ഈ അധിപന്റെ ദശ വന്നാലേ ഈ ആധിപത്യ ഗുണം നമുക്ക് കിട്ടുള്ളൂ.
വിശേഷം കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഭാവത്തിന് ഗുണം വരും. 7-ാം ഭാവാധിപൻ 7-ൽ നിന്നു, 2-7 ഭാവാധിപൻ നിന്നു ലഗ്നത്തിനെ ശുഭത്വപ്പെടുത്തുന്നുള്ള പ്രധാന വർക്ക് ചെയ്യും. 2-7 ഭാവാധിപൻ യഥാർത്ഥത്തിൽ മാരകനാണ്. ഭാവബന്ധം ഒന്നുമില്ലെങ്കിൽ ദോഷമൊന്നും ചെയ്യില്ല. ശുക്രൻ മാളവ്യ യോഗം തന്നെയാണ് കൊടുക്കുക. അത് സ്ത്രീകൾക്ക് വളരെ വിശേഷ യോഗം തന്നെയാണ് മാളവ്യ യോഗം. ഇവിടെ ശുഭത്വം ഉണ്ടാവും എന്നാണ്. ശുഭത്വം വരുമ്പോൾ എന്താണ്? ഒരേ ഡിഗ്രിയിലെ ലഗ്നത്തിലേക്ക് ശുക്രൻ നോക്കുകയാണെങ്കിൽ നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവും, നല്ല പാർട്ട്ണർഷിപ്പുകൾ ഉണ്ടാവും, നല്ല എന്തൊരു രീതിയിലും നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനാണെങ്കിലും ഇണകളെ തിരഞ്ഞെടുക്കാൻ രസികനായിരിക്കും, രസികത്വം ഉണ്ടായിരിക്കും. ആ ശുക്രൻ ഗുണം ചെയ്യും. എങ്ങനെയുള്ള ശുക്രനാണ്? 2-7 ഭാവാധിപനാണ്. വാക്കിൽ രസികത്വം ഉണ്ടാവാം. 2-ാം ഭാവാധിപത്യം കൂടുതൽ കിട്ടില്ല, കാരണം 2-ന്റെ 6-ലാണ്. 7-ാം ഭാവാധിപത്യം തന്നെയാണ് 80% തരും. മറിച്ച് ഇതേ മേടലഗ്നത്തിന് ഈ ശുക്രന്റെ കൂടെ ഒരു ശനി നിന്നാൽ ഫലം മൊത്തം പോയി. ഈ ശനിദശയിൽ നന്നാവും, പക്ഷെ അതേസമയം ശനിദശ നന്നാവും, അതേസമയം ശുക്രദശ മോശമാവും. 7-ൽ ശുക്രനുണ്ട് നമ്മൾ നോക്കി. വേറൊരു കൂട്ടുഗ്രഹം, ഒരു തുണഗ്രഹം വന്നു. ശനിയാണ്, ഉച്ചം ചെയ്തിട്ടാണ് ശനി നിൽക്കുന്നത്. 10-11 ഭാവാധിപനാണ്. അത് മാത്രമല്ല, കേന്ദ്രസ്ഥിതനായ ഭാവന്മാർക്ക് ബലം കൂടും. ശുഭന്മാർ എപ്പോഴും ത്രികോണങ്ങളിലാണ് ബലം വരിക. ശുക്രൻ എപ്പോഴും 5-9 ലഗ്നം ഭാവങ്ങളിലാണ് ബലം. അതേസമയം ശനി പോലുള്ള ഭാവഗ്രഹങ്ങൾക്ക് കേന്ദ്രത്തിൽ ബലം. ഇവിടെ വർദ്ധിതമായ ബലവും ദിഗ്ബലവും എല്ലാം കാരണം ശനി അതീവ ശുഭന. ശനിദശ ടോപ്പായിരിക്കും, പക്ഷെ ശുക്രദശ നാശം വരുത്തും. ശുക്രദശയിൽ ഇദ്ദേഹത്തിന് പ്രണയനഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ പ്രണയം ഉണ്ടാകും. കാര്യം കാലപുരുഷന്റെ 7-ാം രാശിയിൽ പ്രണയം കൊടുക്കും. ശുക്രദശ നല്ല പ്രായത്തിൽ വരികയാണെങ്കിൽ പ്രണയം വരും. പക്ഷെ ഇത് ശനി ചേർന്ന ശുക്രനാണെങ്കിൽ ആ പ്രണയം എന്ത് സംഭവിക്കും? അത് ലീഗലായിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണപരമായിരിക്കില്ല. സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രണയങ്ങളായിരിക്കാം. ശനി വരുമ്പോൾ എപ്പോഴും ശനി ഏജ്ഡ് കൂടിയ വിഭാഗത്തിലെ വരിക. ഒന്നുകിൽ പ്രായം കൂടുതലോ അല്ലെങ്കിൽ വഴിവിട്ടതോ സമൂഹം അംഗീകരിക്കാത്തതോ. ശനിയുടെ ഒരു കുഴപ്പം അങ്ങനെയാണ്. ശനി എപ്പോഴും ശനിബന്ധം വരുന്ന ശുക്രൻ, രാഹുബന്ധം വന്ന ശുക്രനൊക്കെ ശുക്രദശ നടന്നാൽ ദോഷം വരും. അതേസമയം ശനിദശ നന്നാവും. ഇവിടെ രാഹു നിന്നാൽ രാഹുദശ നന്നാവും. ഒരേ സമയം ശനി ചൊവ്വ രാഹു ബന്ധം ശുക്രന്റെ വീടിനും വന്നു കഴിഞ്ഞാൽ ശുക്രദശ വർക്കിയില്ല, വിവാഹം വൈകും, വിവാഹത്തിന് ഡിലേ വരും. വിവാഹത്തിന് ഡിലേ വരുന്ന ജാതകങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശുക്രന് ഒന്നുകിൽ ശനിബന്ധം ഉണ്ടാവും, ഡിഗ്രി വളരെ അടുത്ത് 8 ഡിഗ്രിക്കുള്ളിലൊക്കെ ശനിബന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ രാഹു ബന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ ചൊവ്വ ബന്ധം ഉണ്ടാവും. അതേ ശുക്രൻ കെട്ടുപോയാൽ ഉടൻ എന്ത് വേണം? 7-ാം ഭാവാധിപനും ബലം വേണം. ഇവിടെ 7-ാം ഭാവാധിപനും ശുക്രനായതുകൊണ്ട് തന്നെ മേടലഗ്നക്കാർക്ക് ശുക്രൻ കെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ 7-ാം ഭാവത്തിൽ വേറെ ഏതെങ്കിലും ശുഭനായ പൗർണമി ചന്ദ്രനോ ഗുരുവോ എന്തെങ്കിലും ബന്ധം വന്നില്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ 7-ാം ഭാവത്തിന് ഏത് ലഗ്നമാണെങ്കിലും പ്രധാനമായിട്ടും മേടലഗ്നക്കാർക്ക് ശുക്രൻ ഒറ്റയ്ക്കാണെങ്കിലും നല്ലതാണ്. അതേസമയം ബുധനുമായിട്ട് കൂടെ ചെയ്ത് നിൽക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. ബുധൻ കൂടെ നിന്ന് ശുഭന്റെ യോഗം വന്നു നല്ലതാണ്. പക്ഷെ മേടലഗ്നക്കാർക്ക് ബുധൻ നന്നല്ല. അതിൽ ബുധശുക്ര യോഗം നന്നാവും. ദോഷം അവിടെ തീരും. അതാണ് പൊതുവെ. ഇതിന്റെ കൂടെ ശുക്രന്റെ കൂടെ എപ്പോഴും ഗുരു വരുന്നത് നന്നല്ല എന്നുള്ളതാണ്. രണ്ടും വിരുദ്ധ ശക്തികളാണ്. എതിർ ഗുണങ്ങളുള്ള ഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ ശുക്രൻ കാമകാരകനും ഗുരു സന്താനകാരകനുമാണ്. ലക്ഷറിയാണ്, ധനകാരകനാണ് ഗുരു. ഇതും ലക്ഷറിയുടെ കാരകനാണ്. പക്ഷെ രണ്ടിലേതെങ്കിലും ഒന്ന് കെട്ടുപോകും. 2 സൂപ്പർ പവറുകളാണ്, 2 സൂപ്പർ സ്ട്രോങ് പവറുള്ള ഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ ഒന്ന് ശുക്രന്റെ വീട്ടിലാണ് നിൽക്കുന്നെങ്കിൽ ഗുരു കെട്ടുപോകും, ഗുരുവിന്റെ വീട്ടിലോ ഗുരുവിന്റെ ഉച്ച വീട്ടിലൊക്കെ നിൽക്കുന്നെങ്കിൽ ശുക്രൻ കെട്ടുപോകും. അപ്പം ഇതിനനുസരിച്ച് ഏതാണോ കെടുന്നത്, അല്ലെങ്കിൽ ഇവരെ കൂടെ ഒരു ശുക്രന്മാരിൽ നിന്നും കൂടെ വേറെ ഏതെങ്കിലും ഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇവരെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കിയിട്ടാണ് ഏത് ഗ്രഹമാണ്. പൊതുവെ ദാമ്പത്യ ബുദ്ധിമുട്ടുകൾ വരുന്ന ജാതകങ്ങളിൽ ഒന്നുകിൽ ഗുരുശുക്ര യോഗം ഉണ്ടാവും, അല്ലെങ്കിൽ ശുക്രന്റെ കൂടെ ശനി, അല്ലെങ്കിൽ ശുക്രനെ ശനി നോക്കുക, അല്ലെങ്കിൽ രാഹു നോക്കുക. രാഹു നോക്കില്ല, രാഹു ദൃഷ്ടിയില്ല, രാഹുവിന്റെ യോഗം, അതുപോലെ അമാവാസി ചന്ദ്രന്റെ ദൃഷ്ടി യോഗം, അതുപോലെ ശനിയുടെ അല്ലെങ്കിൽ ചൊവ്വ ശനി ഒന്നിച്ച് ചേർന്ന്, ചൊവ്വ മാത്രം ശുക്രന്റെ കൂടെ നിൽക്കുന്നത് ദോഷമല്ല, ചൊവ്വ ശനി ഒന്നിച്ച് ചേർന്ന് ശുക്രനെ കേടുവരുത്തുമ്പോഴൊക്കെയാണ്
വിവാഹ ജീവിതത്തിൽ നല്ല തടസ്സം ഉണ്ടാവും. ശുക്രൻ കെട്ടാൽ, വിവാഹകാരകനായ ശുക്രൻ കെട്ടുപോയാൽ, കേടുവന്നാൽ, പാപബന്ധം വന്നാൽ, മറഞ്ഞു നിന്നാൽ, നീചം ചെയ്താലൊക്കെ ഉടൻ 7ാം ഭാവാധിപൻ ഫലം വരണം. 7ാം ഭാവത്തിനോ ഭാവാധിപനോ ഫലം വരണം. അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിന് തടസ്സം വരും, ഡിലേ വരും, ബുദ്ധിമുട്ടുകൾ വരും. നമുക്ക് ഇടവൻ മേടത്തിനെ കുറിച്ച്, മേടത്തിലെ ശുക്രൻ സ്വന്തം വീട്ടിൽ തന്നെയാണ് ശുക്രൻ നിൽക്കുക. അതുകൊണ്ട് നല്ല ഫലം തന്നെയായിരിക്കും, ശുഭനായിരിക്കും, മാളവയോഗം കൊടുക്കും. അതേസമയം ഇടവത്തിലെ ശുക്രൻ ഇതും നല്ല തന്നെയായിരിക്കും. എങ്ങനെയാണ് നന്നാവുക? സ്വന്തം വീട്ടിലേക്ക്, ലഗ്നാധിപൻ ലഗ്നത്തിലേക്കുള്ള ദൃഷ്ടിയാണ്. ഇടവ ശുക്രനും നല്ല തന്നെയായിരിക്കും. ശനി ബന്ധം വരാൻ പാടില്ല, രാഹുബന്ധം ചൊവ്വ ബന്ധം വരാൻ പാടില്ല, അമാവാസി ചന്ദ്രബന്ധം വരാൻ പാടില്ല. ലഗ്നത്തിലേക്ക് ലഗ്നാധിപന്റെ ദൃഷ്ടി വരുന്ന നല്ല, പൊതുവെ ശുക്രൻ 7 നിൽക്കുന്നത് നല്ലതാണ്. ഇത് ചൊവ്വയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. 12ാം ഭാവത്തിന്റെ അഷ്ടമത്തിലാണ്. 12ാം ഭാവം വരെ തരില്ല, അല്ല 12ാം ഭാവത്തിന്റെ 6ാം ഭാവത്തിന്റെ 2ലാണ് നിൽക്കുന്നത്. 6ാം ഭാവത്തിനേക്കാൾ ലഗ്നബലം തരുന്ന ശുക്രനാണ്. 12ാം ഭാവമല്ല, 6ാം ഭാവത്തിന്റെയും ലഗ്നത്തിന്റെയും അധിപനായ ശുക്രൻ ശുക്രദശയില് 1, 6 ഭാവാധിപത്യ ഫലമാണ് തരേണ്ടത്. പക്ഷെ ലഗ്നാധിപത്യ ഫലം 80% തരുന്ന 7 നിന്ന് കഴിഞ്ഞാൽ തരും. ഏത് ഗ്രഹവും ഏത് ക്ഷേത്രവുമായിട്ടാണോ ബന്ധം വരുന്നത്, ശുക്രന്റെ 2 വീട്ടിലും പാപഗ്രഹങ്ങൾ വരുന്നതും നന്നല്ല. ശുക്രന്റെ ഫലം കുറയ്ക്കും, ശുക്രന്റെ ദശയിലെ ഫലം കുറയും. ഇവിടെ ചൊവ്വ നിന്നു, ഇവിടെ ശനി നിന്ന് കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? ഈ ശുക്രൻ ഇവിടെ നോക്കിയിട്ടും ഫലം വേണ്ടത്ര കിട്ടില്ല. 2 വീടുകളും കെട്ടുപോയി കഴിഞ്ഞാലും ശുക്രന് ഫലം കിട്ടില്ല. അപ്പൊ ശുക്രന്റെ ദശ വരുമ്പോൾ ശുക്രന്റെ വീടുകൾക്ക് ശുഭത്വം പ്രധാനമാണ്, ശുക്രന് ശുഭത്വം പ്രധാനമാണ്. ഇത് കെട്ടുപോകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശുക്രനെ കുറിച്ച് ഇടവ ലഗ്നത്തിന് 1, 6 ഭാവാധിപൻ എങ്ങനെ ഫലം തരും, 7 ഫലം നിൽക്കുമ്പോൾ എങ്ങനെ തരുന്നു മനസ്സിലായി. ലഗ്നത്തിലേക്ക് നോക്കും. അതേസമയം മിഥുന ലഗ്നം 7ലെ ശുക്രൻ, ഇവിടെ ശുക്രൻ ഗുരുവിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇടവത്തിന്റെ 8ലാണ് നിൽക്കുന്നത്. അതായത് 12ാം ഭാവാധിപന്റെ 8ലാണ് നിൽക്കുന്നത്. മറിച്ച് 5ാം ഭാവാധിപന്റെ 3ലാണ്. 7ലെ ശുക്രൻ ഇവിടെ എന്ത് ചെയ്യും? ഗുണം തന്നെ ചെയ്യുള്ളൂ. പക്ഷെ വേറൊരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ശുക്രൻ ഗുണം ചെയ്യുന്നത്, ഇപ്പോ ഈ ശുക്രൻ 7ലെ ശുക്രൻ ബലവാനാണെന്ന് തന്നെ സത്യമാണ്. ശുക്രൻ ലഗ്നത്തിന് നോക്കും, ശുഭത്വപ്പെടുത്തും. അതേസമയം ഈ ശുക്രന് വീട് കൊടുത്ത ഗുരു നീചത്തിലാണെങ്കിൽ ഈ ശുക്രന് ബലം കുറവായിരിക്കും. ഈ ശുക്രൻ ബലം തരുന്നത് കുറവായിരിക്കും. ഇതേ ഗുരു ഇവിടെയാണ് നിൽക്കുന്നത് നോക്കിയാൽ, ലഗ്നത്തിന്റെ 2ല് ഈ ശുക്രദശ വളരെ നല്ല ദശയായിരിക്കും. ഇവിടെ ഗുരു നിന്ന് ഈ ശുക്രദശ നടത്തുന്നതും ഇവിടെ ഗുരു നിന്ന് ഈ ശുക്രദശ നടത്തുന്നു. ഉച്ചത്തിൽ നിൽക്കുന്നതും നീചത്തിൽ നിൽക്കുന്നു. ഇത് ഉച്ചക്ഷേത്രമാണ് ഗുരുവിന്റെ, ഇത് നീചക്ഷേത്രമാണ്. അതുപോലെ ഗുരു ഇവിടെ സ്വക്ഷേത്രത്തിൽ നിന്ന് ശുക്രദശ നടത്തുമ്പോൾ എല്ലാം വ്യത്യാസമുണ്ട്. നീചത്തിൽ നിൽക്കുന്ന ഗുരു ശുക്രനെ ബലം ഇല്ലാതാക്കും. അതേസമയം ഉച്ചത്തിലോ സ്വന്തം വീട്ടിലോ നിൽക്കുന്ന ഗുരുവിന്റെ വീട്ടിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ ശുക്രദശ നന്നാവും. ശുക്രദശ വന്നാൽ എന്ത് കൊടുക്കും? വിവാഹ ജീവിതം മുട്ടൻ കൊടുക്കും എന്നുള്ളതാണ്. നല്ല പ്രായത്തിൽ 25 വയസ്സിന് ശേഷം ശുക്രദശ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ശുക്രൻ തുടങ്ങിയതും വിവാഹം കൊടുക്കും. അതാണ് ശുക്രന്റെ പ്രത്യേകത. ശുക്രൻ കാമകാരകനാണ്. കാരകൻ എപ്പോ വന്നാലും വിവാഹ ജീവിതം കൊടുക്കും. ശുക്രൻ എങ്ങനെ വർക്ക് ചെയ്തു? 5ാം ഭാവാധിപനായിട്ടാണ് വർക്ക് ചെയ്യുക. 12ാം ഭാവാധിപത്യല്ല, ദുരിതമല്ല വരിക. 7ല് ശുക്രൻ വന്നു കഴിഞ്ഞാൽ 5ാം ഭാവാധിപനായിട്ടാണ്, സന്താനാധിപനായിട്ടാണ് നിൽക്കുക. അപ്പൊ വേറൊരു കാര്യം ഉണ്ടാവും, മിക്കവാറും ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാവാനും വഴിയുണ്ട്. ഇവിടെ ചൊവ്വയോ ഗുരുവോ അല്ലെങ്കിൽ പുരുഷഗ്രഹങ്ങളുടെ ബന്ധം വന്നില്ല എങ്കിൽ പൊതുവെ മിഥുന ലഗ്നക്കാർക്ക് ആദ്യത്തെ പെൺകുട്ടിയാവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം 5ാം ഭാവാധിപനായ ശുക്രൻ നേരെ ലഗ്നത്തിലേക്ക് നോക്കി നിൽക്കുന്നു എന്നുള്ളത്. 7 നിൽക്കുന്നത് മാത്രമല്ല, പൊതുവെ ലഗ്നക്കാർക്ക് അധികം കാണുക നമ്മള് 5ാം ഭാവത്തിലെ ഗുരുവോ ചൊവ്വയോ സൂര്യനോ പോലുള്ള ഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ അധികം അതിസന്താനം പെൺകുട്ടിയായിട്ട് വരല് കാണാറുണ്ട്. കന്നി ലഗ്നം കഴിഞ്ഞു കഴിഞ്ഞാൽ കർക്കടക ലഗ്നം. കർക്കടക ലഗ്നത്തിന്റെ ശുക്രൻ 7ല് വരുമ്പോൾ ശുക്രൻ എന്താവും? ശുക്രൻ കർക്കടക ലഗ്നത്തിന് ശരിക്കും ശുക്രൻ 11ാം ഭാവാധിപനാണ്. 11ാം ഭാവാധിപൻ
അതുപോലെ തന്നെ 4, 11 ഭാവാധിപനാണ്. അത് മാരകനാണ്. ഈ 11ാം ഭാവാധിപൻ ശുക്രൻ ശരിക്കും നല്ലതല്ല. കർക്കിടക ലഗ്നത്തിനും ചിങ്ങലഗ്നത്തിനും ഒന്നും ശുക്രൻ ഭാഗികമായ പകുതി ശുഭനും പകുതി ദോഷക്കാരനുമാണ്. അപ്പൊ 4ാം ഭാവം ശുക്രൻ, 4ാം ഭാവം എന്ന് പറഞ്ഞാൽ വണ്ടി, വീട്, വാഹനം പോലെ തരുന്നതാണ്. 11ാം ഭാവം മാരക ഭാവമാണ്. അപ്പൊ രണ്ടും മിക്സ് ആയിട്ട് വരുന്ന ഒരവസ്ഥ കർക്കിടകം ചിങ്ങം ലഗ്നക്കാർക്ക് എപ്പോഴും വരും. ശുക്രൻ ഈ ലഗ്നങ്ങൾക്ക് വരുന്ന പോലെയല്ല ഈ 2 ലഗ്നങ്ങൾക്ക് വരുമ്പോൾ. അപ്പൊ എന്നാലും 7ല് ശുക്രൻ നിന്നാൽ, സപ്തമ ശുക്രൻ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ശനിയുടെ വീട്ടിലാണ്, ബന്ധു വീട്ടിലാണ്. ഇത് ശരിക്കും പറഞ്ഞ ശത്രു വീട്ടിലാണ്. ഗുരുവിന്റെ വീട് ശത്രു വീടാണ്. ചൊവ്വയുടെ വീടും എന്താണ്? ചൊവ്വ സമന്റെ വീടാണ്. പക്ഷെ ഗുരു വന്നിട്ട് എതിർ ശക്തിയുള്ള ഗ്രഹത്തിന്റെ വീടാണ്. അതുപോലെയല്ല, പക്ഷെ ശനിയുടെ വീട്ടിൽ നിൽക്കുന്ന ശുക്രൻ ബന്ധു വീട്ടിൽ നിൽക്കുന്ന ശുക്രനാണ്. വലിയ ദോഷം ചെയ്യില്ല, വലിയ ദോഷം ചെയ്യില്ല 7ലെ ശുക്രൻ. പക്ഷെ 11, 4 ഭാവാധിപത്യ ഗുണങ്ങളാണ് തരിക. അപ്പോഴും വിവാഹം തരും. കാര്യം 11ാം ഭാവാധിപത്യമുണ്ട്. പിന്നെ കാരകനാണ്. കാരകൻ 7 നിൽക്കുന്നു. പക്ഷെ ഇതേ സമയം ഇവിടെ ശനി നിൽക്കാൻ പാടില്ല. ശനി കൂടെ നിന്നു. നമുക്കെല്ലാം ഒരു ധാരണയുണ്ട്, 7ാം ഭാവാധിപൻ 7 നിന്നാൽ. പക്ഷെ ശനി ഒന്നുമില്ല. ശനിക്ക് ദിഗ്ബലം കിട്ടും, ശനി ശക്തനാവും. കർക്കിടക ലഗ്നക്കാർക്ക് 7, 8 ഭാവാധിപനായ ശനി ദോഷം ചെയ്യും. ഈ ശുക്രദശ നാശം ചെയ്യും, സർവനാശം വരും. ശനിദശ നന്നാവും. 7ാം ഭാവാധിപൻ ശനിദശ വരുന്നെങ്കിൽ വിവാഹം കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ശുക്രദശ ദോഷം വരും. ശുക്രദശയിൽ ഗുണം കിട്ടില്ല. കാര്യം 7ാം ഭാവാധിപനായ ശനിക്ക് ബലം വന്ന് ദിഗ്ബലം വന്നു കഴിഞ്ഞാൽ ഉടൻ പാപഗ്രഹം കേന്ദ്രത്തിൽ നിൽക്കുന്നത്. ശുഭഗ്രഹം എപ്പോഴും 5ലും 9ലും നിൽക്കുന്നതാണ്. പാപഗ്രഹം കേന്ദ്രത്തില് ബലവാനായിരിക്കും. അപ്പൊ ശനിയാണ് എപ്പോഴും 7ലെ ശനിക്ക് ദിഗ്ബലം വരുന്നതുകൊണ്ട് ശനിയായിരിക്കും ബലവാൻ. ഇവിടെ രാഹുവോ ശനിയോ അതുപോലെ ഉച്ച ചൊവ്വയൊക്കെ വരുന്നത് ശുക്രനെ നാശം നടക്കും. ചൊവ്വ കുഴപ്പമില്ല, പക്ഷെ ശനി, രാഹു, അമാവാസി, ചന്ദ്രൻ ഈ 3 നന്നല്ല. ഇതേ സമയം ലഗ്നത്തിലേക്ക് നോക്കുമെങ്കിലും അമാവാസി ചന്ദ്രൻ വരുമ്പോഴും ഇതിന് ബലം കുറയും. ശനി നീചത്തിൽ പോയി നിന്നാലും ശുക്രന് ബലം കുറയും. ശനി ഉച്ചത്തിലാണെങ്കിൽ ബലം ഉണ്ടാവും. വീട് കൊടുത്ത ഗ്രഹത്തിന്റെ ബലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വീട് കൊടുക്കുന്നത് ശനിയാണ്. വളരെ ലഗ്നത്തിന് 11ാം ഭാവാധിപനും 4ാം ഭാവാധിപനുമായ ശുക്രൻ വീട്, വാഹനം, വണ്ടി ഇതെല്ലാം കൊടുക്കും. 7 ദശ വരുമ്പോൾ വിവാഹം കൊടുക്കും. 11ാം ഭാവാധിപത്യം എന്താണ്? വിവാഹ യോഗങ്ങളുമാണ്, അതും കൊടുക്കും. 11ാം ഭാവാധിപത്യത്തിന് ലാഭം കൊടുക്കും. പക്ഷെ പാപബന്ധം വന്നാൽ ഇതിനെല്ലാം നശിപ്പിക്കുക ചെയ്യാം. മാതാവിനെ നശിപ്പിക്കും, വണ്ടി, വീട്, വാഹനം ഇതിനൊക്കെ നശിപ്പിക്കും. അതാണ് കർക്കിടക ലഗ്നത്തിന് 7ലെ ശുക്രൻ. ചിങ്ങലഗ്നത്തിന് 7ലെ ശുക്രനാകുമ്പോഴോ ശുക്രൻ വന്നിട്ട് കുംഭത്തിൽ വരും. അല്ലേ? 7ലെ ശുക്രൻ വരുമ്പോൾ ശുക്രൻ കുംഭത്തിൽ വരും. 3ാം ഭാവാധിപൻ, 3 മാരക ഭാവമാണ്. സ്ഥിരരാശിക്ക് 3 നന്നല്ല. 10ാം ഭാവാധിപനായ ശുക്രനാണ്. 10ാം ഭാവാധിപൻ മറ്റൊരു കേന്ദ്രത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. 10ന്റെ അല്ലേ, 10ന്റെ 10ലാണ്. 10ാം ഭാവത്തിന്റെ 10ലാണ് വരുന്നത്. 10ന്റെ മറ്റൊരു കേന്ദ്രത്തിൽ നിൽക്കുന്ന ശുക്രൻ കർമ്മത്തിന് ഗുണം ചെയ്യും. പക്ഷെ എങ്ങനെ ഗുണം ചെയ്യും? ശനി ഇവിടെ നിന്നു നോക്കിയാൽ സൂര്യനും ചന്ദ്രനും, ഞാൻ പറഞ്ഞു സൂര്യനും ചന്ദ്രനും പൂർണ്ണ ശുഭത്വം തരുന്ന ഗ്രഹമല്ല, എതിർ ശക്തിയാണ്. പ്രകാശഗ്രഹമാണെങ്കിലും ശുക്രൻ ഈ കഥയിലൊക്കെ പറയുന്ന പോലെ അസുര ഗുരു എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ ശുഭത്വം കുറച്ച് വ്യത്യാസമുണ്ട്. എന്നാൽ തന്നെ 10ാം ഭാവാധിപത്യം നല്ല രീതിയിൽ തന്നെ തരും. 10ാം ഭാവാധിപത്യത്തിന്റെ ഒരു കാരകത്വം ശുക്രൻ നന്നായി തരും. 7 നിൽക്കുന്ന ശുക്രൻ 10 ധനപരമായ ഗുണങ്ങൾ, ജോലിയിലെ ഉയർച്ച കാര്യങ്ങളൊക്കെ 7 ശുക്രൻ വരുമ്പോൾ തരും. അതേപോലെ 3 വിവാഹം കൂടിയാണ്. 3 വിവാഹത്തിന് വേണ്ട ധൈര്യമാണ്. ധൈര്യം ശരിക്കും പറഞ്ഞാൽ പാപഗ്രഹം തരുന്ന അത്ര ശുഭമായിട്ട് തരില്ല, മാരകനാണ്. അതുകൊണ്ട് എന്നാലും ഇവിടെ ശനി എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ശുക്രന്റെ ബലം. അതായത് വീട് ശനിയുടെ വീട്ടിൽ നിൽക്കുന്നുണ്ട്, ബന്ധു വീട്ടിൽ നിൽക്കുന്ന ശുക്രൻ ശനി നീചനാണെങ്കിൽ ഒരു ബലവും ശനി ഉച്ചനാണെങ്കിൽ മറ്റൊരു ബലമായിരിക്കും തരിക. ശനിയുടെ കൂടെയാണെങ്കിൽ നാശം തരും. ശനിയുടെ കൂടെയോ രാഹുവിന്റെ കൂടെയോ അമാവാസി ചന്ദ്രന്റെ കൂടെയോ ശുക്രൻ നിൽക്കുന്നെങ്കിൽ നാശമാണ് തരിക, ഗുണം തരില്ല, ദോഷങ്ങൾ വരും. പൊതുവെ ഇവിടെ പാപഗ്രഹം കൂടെ വന്നു കഴിഞ്ഞാൽ ശുക്രൻ കാരകോഭാവനാശം എന്ന് പറയുന്ന നാശകാരകത്വം തരും. അല്ലെങ്കിൽ ശുക്രൻ എന്ത് ചെയ്യില്ല, ദോഷം തരില്ല എന്നുള്ളതാണ്.
നമുക്ക് അടുത്ത ചിങ്ങം കഴിഞ്ഞാൽ കന്നിയിലെ ശുക്രൻ. ഓരോ ഭാവങ്ങൾക്കും വളരെ സിമ്പിളായിട്ടാണ് നോക്കിപ്പോണേ. കന്നിയിലെ ശുക്രൻ എന്ന് പറയുന്നത് 2ാം ഭാവാധിപനാണ്. അതേ സമയം തന്നെ ശുക്രൻ എവിടെ വരും? ഉച്ചത്തിലേക്ക് വരും. 9ാം ഭാവാധിപനുമാണ്. അപ്പൊ 2, 9 ഭാവാധിപനായ ശുക്രൻ തീർച്ചയായിട്ടും ശുക്രദശ വന്നു കഴിഞ്ഞാൽ 9ാം ഭാവാധിപത്യം, 1, 5, 9 ഭാവാധിപത്യം എപ്പോഴും ഗുണം തന്നെയായിരിക്കും. ആധിപത്യ ഫലങ്ങളാണ് ദശയിൽ തരിക. ഏതൊരു ഗ്രഹം നോക്കിയാലും 6, 8 ബന്ധം വരാതെ ദോഷം, സാധാരണഗതിയിൽ 6, 8, 12 ബന്ധം വരാതെ ഗ്രഹങ്ങളുടെ ദശയിൽ ദോഷം വരില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ 6ൽ നിൽക്കണം, അല്ലെങ്കിൽ 6ാം ഭാവാധിപനാവണം, അല്ലെങ്കിൽ 8ാം ഭാവാധിപനാവണം, അല്ലെങ്കിൽ 8ൽ നിൽക്കണം. അങ്ങനെ വന്നാൽ, അല്ലെങ്കിൽ 12ൽ വ്യയസ്ഥാനാണ്, നഷ്ടങ്ങൾ വരും. പലതരത്തിലുള്ള നഷ്ടങ്ങൾ, എന്ത് നഷ്ടമാവാം. ജീവൻ നഷ്ടമാവാം, സ്വത്ത് നഷ്ടമാവാം, ധനനഷ്ടമാവാം, ഐശ്വര്യ നഷ്ടമാവാം, അഭിമാന നഷ്ടം വരാം. 12ൽ വരുന്ന ഗ്രഹങ്ങളുടെ ദശാവഹാരങ്ങൾ വരുമ്പോൾ അതൊക്കെയാണ് വരിക. ഇതില് 7 ശുക്രൻ ഉച്ചനാണ്. കന്നി ലഗ്നത്തിന് 2ാം ഭാവാധിപനും 9ാം ഭാവാധിപനുമാണ്. 2ാം ഭാവത്തിന്റെ 6ലാണ്, 9ാം ഭാവത്തിന്റെ 11ലാണ്. 9ാം ഭാവഫലം എന്ത് വരും? 80% വരും. കന്നി ലഗ്നത്തിന് ഉച്ചം ചെയ്ത ശുക്രൻ നല്ലതായിരിക്കും എന്നുള്ളതാണ് ശുക്രദശ. നല്ല പരുവത്തിൽ വരണം. 25 വയസ്സിന് ശേഷം, ഒരു മുമ്പൊന്നും വന്നുകൂടാ, നാശം ഉണ്ടാവും. എപ്പോഴും ശുക്രൻ കാമകാരകനായതുകൊണ്ട് കാമത്തിന് പരുവം വന്ന ശരീരം വന്നതിന് ശേഷം ശുക്രദശ വന്നാൽ വർക്ക് ചെയ്യുള്ളൂ. ശുക്രൻ വന്നു 8 വയസ്സിൽ ശുക്രദശ വന്നു കഴിഞ്ഞാൽ സമ്പത്ത് മാത്രം കണക്കാക്കരുത്. കാമമാണ് പ്രധാന കാരകത്വം. സമ്പത്ത് എന്നുള്ളത്, ലക്ഷറി എന്നുള്ളത് സെക്കൻഡറിയാണ്, രണ്ടാമത്തെ വരുള്ളൂ. അപ്പൊ കാമം അനുഭവിക്കാൻ, അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ യോഗമുള്ള സമയത്ത് ശുക്രൻ വന്നാൽ മാത്രമേ ഫലം വരുള്ളൂ. 2, 9 ഭാവാധിപനാണ്. ഈ ശുക്രദശയിലൊക്കെ 9ൽ ഗ്രഹം നിന്ന് കന്നി ലഗ്നത്തിലും 9ൽ ഗ്രഹം നിന്ന് ദശയൊക്കെ നല്ല പ്രായത്തിൽ നടത്തിയ വിദ്യാഭ്യാസത്തിലും മറ്റെല്ലാത്തിലും ലക്ഷറിയായി വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഉച്ചനാണെങ്കിലും ശരി. ഇവിടെ മാളവ്യമാണ് വരിക. മാളവ്യ ഗുണം കിട്ടും, നല്ല അവസ്ഥ തന്നെയായിരിക്കും. പക്ഷെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളും ഇതൊക്കെ വളരെ കൂടിയിരിക്കും. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കന്നി എന്ന് പറയുന്നത് ജ്ഞാനം ആണ്, അറിവാണ്, ബുധനാണ്. ബുധന്റെ വീട്ടിൽ ലഗ്നമായി വരുന്ന ആൾക്ക് അറിവാണ് ഉണ്ടാവുന്നത്. പക്ഷെ 7 ശുക്രൻ വന്നു കഴിഞ്ഞാൽ അതിന് ചെറിയൊരു വ്യതിചലനം വരും. സ്ത്രീകളുമായിട്ട്, പുരുഷന്റെ ജാതകമാണെങ്കിൽ സ്ത്രീകളുമായിട്ട് ബന്ധം കൂടിയിരിക്കും. ഒരു പക്ഷെ പ്രണയങ്ങൾ കൂടിയിരിക്കും തന്നെ പറയാം. അത് ഭാവത്വം കൂടിയാൽ, ഒരു ശനി ഇവിടെ നിന്ന് നോക്കി അല്ലെങ്കിൽ ഇവിടെ നിന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ശുക്രദശ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഒരു പാപബന്ധം വരാതെ ഈ ശുക്രദശ ദോഷം ചെയ്യില്ല എന്നുള്ളതാണ്. ചില സമയത്ത് ഗുരുവിന്റെ ദൃഷ്ടിയോ യോഗമോ വരുമ്പോഴും ചെറിയ ബുദ്ധിമുട്ടുകൾ കാണാം ദാമ്പത്യത്തില്. എപ്പോഴും ഈ ശുക്രനും ഗുരുവും തമ്മിൽ ചേരാത്ത ഗ്രഹങ്ങളാണ്. അപ്പൊ അത് ചേരുന്ന സമയത്ത് ഗുരുവിന്റെ വീട്ടിലാണെങ്കിലും ശുക്രൻ ഉച്ചനാണ്. കണ്ടില്ലേ, ഇവിടെ ഗുരുവിന്റെ വീട് ദോഷാന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഗുരുവിന്റെ വീട് ശുക്രന് ഇഷ്ടമൊന്നല്ല, പക്ഷെ അവിടെയാണ് ശുക്രൻ ഉച്ചം വരിക. അപ്പൊ ശുക്രന് ഇഷ്ടമല്ല എന്നുള്ളതല്ല, ശുക്രൻ ഉച്ചം വരുന്ന സ്ഥലമാണ് മീനരാശി. മീനരാശിയിൽ 7 കന്നി ലഗ്നത്തിന് എപ്പോഴും ജ്ഞാനലഗ്നമായിട്ടുള്ള കന്നിക്ക് കാമം അല്ല ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ ബേസിക്. അപ്പൊ ഇതൊരു ശരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. കന്നിയും മിഥുനവും എപ്പോഴും ജ്ഞാനലഗ്നങ്ങളാണ്. കന്നി മിഥുനം ജ്ഞാനലഗ്നങ്ങളാണ്. ഇത് രണ്ടും കാമലഗ്നങ്ങളാണ്. അതേപോലെ തന്നെ ഇത് രജോ ലഗ്നങ്ങൾ, അതായത് ഈ യുദ്ധം, ലഹള, വിപ്ലവങ്ങൾ. ഇത് രണ്ടും ചിന്ത, അല്ലെങ്കിൽ സയന്റിസ്റ്റ്, ചിന്ത, ബുദ്ധി, അങ്ങനെയാണ്. ഇത് ബുദ്ധിയാണെങ്കിൽ ഇത് ചിന്ത, ഇത് വന്നിട്ട് ജോലി, കർമ്മം, അധ്വാനം, കൃഷി, ഇങ്ങനെയുള്ള എല്ലാം കൊടുക്കുന്ന ലഗ്നങ്ങളാണ്. അപ്പൊ അതിനനുസരിച്ചാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജ്ഞാനലഗ്നം, ബുദ്ധിയുടെ ലഗ്നമായിട്ടുള്ള കന്നിക്ക് 7 ശുക്രൻ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു ചെറിയ നാശം വരും. ആ ലഗ്നത്തിന്റെ തന്മ അല്ലെങ്കിൽ സ്വഭാവത്തിലെ മാറ്റം വന്ന് കാമസ്വഭാവത്തെ, കാര്യം ലഗ്നത്തിലേക്ക് ബുധൻ ഉച്ചനല്ലെങ്കിൽ, ബുധൻ ബലമില്ലെങ്കിൽ, ബുധൻ ഒരു പക്ഷേ ഇവിടെ നിന്നാൽ കാര്യങ്ങൾ കുറച്ചൊന്ന് കുഴഞ്ഞു മറിഞ്ഞു പോകാനൊരു സാധ്യതയുണ്ട്. കാര്യം ബുധന്റെ ബലം, സൂക്ഷ്മത്തിൽ ബുധന്റെ ബലം വേണ്ടിടത്ത് ശുക്രന്റെ ബലം വരും. ഇദ്ദേഹത്തിന്റെ സ്വഭാവം വേണ്ട സ്വഭാവമല്ല വന്നു ചെയ്യാം. കാമസ്വഭാവം അധികമായിട്ട് വരികയും ചെയ്യും, ജ്ഞാന സ്വഭാവം കുറഞ്ഞു പോവുകയും ചെയ്യും. അപ്പൊ ജ്ഞാന സ്വഭാവം ഇല്ലെങ്കിൽ കന്നി ലഗ്നത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, തന്മ നഷ്ടപ്പെടും. കന്നി ലഗ്നത്തിന് തന്മ നഷ്ടപ്പെടുന്ന ഒരു കാര്യം കൂടി ശുക്രൻ വരുമ്പോൾ വരും. പക്ഷെ ഇതൊക്കെ വിവാഹത്തിനൊക്കെ ഗുണം തന്നെയാണ്. ചില സമയത്ത് ഗുരുബന്ധം വന്നാൽ വിവാഹം ഡിലേ ആവലുണ്ട്. ഗുരു മറഞ്ഞു നിൽക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ
കാര്യം ഗുരു 7ാം ഭാവാധിപനാണ്. ഗുരു ലഗ്നവുമായിട്ട് മറഞ്ഞു നിൽക്കുകയോ അല്ലെങ്കിൽ ഗുരു മറ്റേതെങ്കിലും രീതിയിൽ ശുക്രനുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ടാലും ചില സമയത്ത് ഡിഗ്രിയൊക്കെ വരാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. പൊതുവെ കന്നി ലഗ്നത്തിന് ശുക്രൻ ഗുണം തന്നെയാണ് ചെയ്യാം, സ്വഭാവത്തിലെ തന്മയിലെ മാറ്റം വരുത്താം. ഓക്കെ, അത് 9ാം ഭാവാധിപനാണ്. അടുത്തത് തുലാലഗ്നം. തുലാലഗ്നത്തിന് ശുക്രൻ എവിടെ വരും? മേടത്തിൽ വരും. ചൊവ്വയുടെ വീട്ടിലെ വരിക. ചൊവ്വയാണെങ്കിൽ അധികാരിയാണ്, എന്താ പറയുക, മത്സര സ്വഭാവിയാണ്, യുദ്ധകാഹളം മുഴക്കുന്ന ആളാണ്. അവരുടെ വീട്ടിലെ ചുറുചുറുപ്പുള്ള ഒരു ഏരിയയിലാണ് ശുക്രൻ നിൽക്കുക. പക്ഷെ ലഗ്നാധിപൻ ലഗ്നത്തിലേക്ക് നോക്കും എന്നുള്ള ഗുണം വരും. അതിപ്പോൾ ഇവിടെ നിന്നപ്പോഴും അങ്ങനെ തന്നെ വന്ന് ചൊവ്വയും ഗുരു ശുക്രനും തമ്മിലുള്ള ഒരു ബന്ധം അതാണ്. ലഗ്നാധിപൻ ലഗ്നത്തിലേക്ക് നോക്കും. ലഗ്നാധിപന്റെ ദൃഷ്ടി ലഗ്നത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണം ചെയ്യും. ശുഭനായതുകൊണ്ട് തന്മ സ്വഭാവം എല്ലാം അനുകൂലമാണ്. ഇത് പൊതുവെ ശുക്രൻ ഇങ്ങനെ വരുന്നത് ഈ 7ലെ ശുക്രൻ പ്രണയത്തെയും കുറിക്കും. പ്രണയം കിട്ടണമെങ്കിൽ പക്ഷെ ശുക്രന്റെ വീടുകളിൽ ശുഭത്വം ഉണ്ടാവണം. ശുക്രന്റെ വീടുകളിൽ കൂടി ശുഭത്വം ഉണ്ടെങ്കിൽ പ്രണയം സഫലീകൃതമാവും. അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, വിരുദ്ധ പ്രണയമായിരിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കാം. എന്തായാലും ഇത് ലഗ്നാധിപനും അഷ്ടമാധിപനുമാണ്. ഇതിന്റെ പ്രത്യേകത അതാണ്. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ്? ലഗ്നാധിപൻ ബന്ധേ വരുള്ളൂ. അഷ്ടമാധിപന്റെ 12-ലായതുകൊണ്ട് അഷ്ടമബലം തരാത്ത ശുക്രനാണ്, അതുകൊണ്ട് നല്ലതാണ്. 7ലെ ശുക്രൻ ഇടവ ലഗ്നക്കാർക്ക്, തുലാലഗ്നക്കാർക്ക് 7ലെ ശുക്രൻ നല്ലതാണ്. ഓരോ ലഗ്നത്തിനും അതുപോലെ തുലാം കഴിഞ്ഞാൽ വൃശ്ചിക ലഗ്നത്തിന് ശുക്രൻ. ശുക്രൻ വന്നപ്പോൾ എവിടെ വരും? ശുക്രൻ ഇടവത്തിൽ വരും അല്ലേ? വൃശ്ചികമാണ് ലഗ്നം. ചൊവ്വയുടെ ലഗ്നത്തിന് ചൊവ്വയും ശുക്രനും തമ്മിൽ സമന്മാരാണ്, അതുകൊണ്ട് വല്ലാതെ ദോഷമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ലഗ്നത്തിലേക്ക് ശുക്രദൃഷ്ടി വരും. ശുക്രൻ മാളവ്യം കൊടുക്കും, ബലവാനായിരിക്കും. ഇത് ഈ പറഞ്ഞ പോലെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരുപാട് ഗുണങ്ങൾ. ഇവിടെ ശുക്രൻ വന്നാലും അങ്ങനെ തന്നെയാണ്. മോഹൻലാലിലേക്കാണ് തുലാലഗ്നത്തിന് 7 ശുക്രൻ വരുന്നത്. അപ്പൊ അത് നല്ലതാണ്. ശുക്രദശ വരണം. മോഹൻലാലിന് കറക്റ്റ് ശുക്രദശ 21 വയസ്സിലെന്തോ വരും. അത് മുതലാണ് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ശുക്രദശ വന്നില്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. അത് പ്രത്യേകം പറയും. ശുക്രൻ 7ൽ നിന്നും എല്ലാവർക്കും ഈ ഗുണം കിട്ടില്ല. ശുക്രദശ വന്നാൽ മാത്രമേ ഉള്ളൂ. അത് എപ്പോൾ വരണം? 20 വയസ്സിന് ശേഷം, അല്ലെങ്കിൽ കാമം അനുഭവിക്കാൻ പറ്റുന്ന പ്രായത്തിൽ വരുമ്പോഴാണ് ശുക്രദശ വർക്ക് ചെയ്യുള്ളൂ. 2 വയസ്സിൽ ശുക്രദശ വന്നു എനിക്ക് 22 വയസ്സ് വരെ ഒരു കാര്യമില്ല. 60 വയസ്സ് മുതൽ 80 വയസ്സ് വരെ ഒരു കാര്യമില്ല. ഇതൊന്നും വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യുന്നത് നല്ല പ്രായത്തിൽ 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സമയത്ത് ശുക്രദശ വരുമ്പോഴാണ് നമുക്ക് ഈ ശുക്രൻ ഗുണത്തിൽ വരിക. ഇവിടെ ശുക്രൻ 7ാം ഭാവാധിപനുമാണ്, അതേപോലെ തന്നെ 12ാം ഭാവാധിപനുമാണ്. പക്ഷെ 12ാം ഭാവത്തിന്റെ ഒരു ബലവും ശുക്രൻ തരില്ല. ഈ 80% 7ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 7ാം ഭാവബലം മാത്രമേ തരുള്ളൂ. അപ്പൊ ശുക്രദശ വരുമ്പോൾ ഏതാ തരിക? 7ാം ഭാവബലം. കാമം തരും, തോഴികളെ തരും, ഒരുപാട് കാമുകിമാരെ തരും, ഇതെല്ലാം തരും. ഗുണം തരും, ഭർത്താവ് തരും, ഭാര്യ വിവാഹം തരും, ഇതെല്ലാം തരും. ഇങ്ങനെ വരുമ്പോൾ വൃശ്ചിക ലഗ്നത്തിന് 7ൽ ശുക്രൻ വരുമ്പോൾ 12ാം ഭാവബലം തരില്ല. നല്ലതാണ്. 12ാം ഭാവബലം തന്നാലെയാണ് ദോഷമുള്ളൂ. അതേപോലെ തന്നെ ധനുർ ലഗ്നത്തിന് ശുക്രൻ എവിടെ വരും? കന്നിയിൽ അല്ല, മിഥുനത്തിൽ വരും. ധനുർ ലഗ്നക്കാർക്ക് ശുക്രദശ വരാനേ പാടില്ല. എവിടെ നിന്നാലും കാര്യമില്ല. സത്യത്തില് 3ലും 6ലും നിന്ന് ദോഷമായിട്ട് വരും. കൂടുക ചെയ്യാം. 3ലും 11ലും ഗുണം ചെയ്യും. 5ലും 11ലും ഗുണം ചെയ്യും. യെസ്, 5ല് ഇവിടെ നിന്ന ശുക്രനും ധനുലഗ്നത്തിന് ഇവിടെ നിൽക്കുന്ന ശുക്രനാണ്. ചെറുതായിട്ടെങ്കിലും ഗുണം ചെയ്യില്ല, ദോഷം തരാതിരിക്കും. വലിയ കാര്യമായിട്ട് ഗുണമൊന്നും ചെയ്യില്ല. ധനുലഗ്നത്തിൽ ശുക്രദശ പൊതുവേ ഗുണം ചെയ്യില്ല, ദോഷമേ ചെയ്യുള്ളൂ. ഈ ദോഷം ചെയ്യാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം. ഈ ശുക്രൻ ഭാഗികമായി ദോഷം ചെയ്യും. 7ലെ ശുക്രൻ ഭാഗികമായി ദോഷം തന്നെ ചെയ്യണം. കാര്യം 6ാം ഭാവാധിപൻ കയറി 7 വരുന്ന ലഗ്നത്തിലേക്ക് നോക്കിയാൽ രോഗം, കടം, ദുരിതം എല്ലാം വരും. ശുക്രദശ അത്ര ഒരു ഗുണം ചെയ്യില്ല. പക്ഷെ എന്നാലും ബന്ധുവീട്ടിലാണെന്നുള്ളതും 2ാം ഭാവത്തിലാണെന്നുള്ളത് കൊണ്ട് കൂടുതൽ ബലം 11ാം ഭാവത്തിന്റെ 9ലാണ് അല്ലെ, 11ന്റെ 9ലായതുകൊണ്ട് ത്രികോണത്തില് ഈ 11ാം ഭാവ ബലം ഒരു പൊടിക്കടിയും
ഒരു 60% അല്ലെങ്കിൽ 70% 11ാം ഭാവബലം തരുന്നതുകൊണ്ട് 7 ശുക്രൻ ചെറിയൊരു ഗുണം ചെയ്യും. പക്ഷെ ശുക്രദശ ഒരിക്കലും ധനു ലഗ്നക്കാർക്കും മീന ലഗ്നക്കാർക്കും ഗുണം കിട്ടില്ല. ദോഷം തരാതിരിക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ. കാര്യം എന്താണ്? 6ാം ഭാവാധിപനാണ്. 6, 11 ഭാവാധിപത്യാണ്. 6ാം ഭാവാധിപത്യം വന്നാൽ ശുക്രനാണെങ്കിലും ഗുരു ആണെങ്കിലും ഏത് ഗ്രഹമാണെങ്കിലും 6, 8 ഭാവാധിപത്യം വന്നാൽ ദോഷം തന്നെയായിരിക്കും. അത് ഒരു രീതിയിൽ സംശയിക്കേണ്ട. അപൂർവ സമയത്ത് മാത്രമേ ഗുണങ്ങൾ സംഭവിക്കുള്ളൂ. നമുക്കിനി മകരലഗ്നത്തിന് ശുക്രൻ. മകരലഗ്നത്തിന് ശുക്രൻ വന്ന് ശുക്രൻ കർക്കിടകത്തിൽ വരും. ചന്ദ്രന് ബലമില്ലെങ്കിൽ ഈ ശുക്രൻ നന്നാവില്ല. ശുക്രദശ വലിയ മെച്ചം ഉണ്ടാവില്ല. ചന്ദ്രന് ബലം ഉണ്ടെങ്കിൽ ശുക്രദശ റിസൾട്ട് ആവും. ചന്ദ്രൻ പൗർണമി ചന്ദ്രനാണെങ്കിൽ റിസൾട്ട് ആവും. മകരത്തിന് ചരരാശിയാണ്, ശുക്രനും ചരരാശിയാണ്. അതേസമയം മകരലഗ്നക്കാർക്ക് രാജയോഗാധിപനാണ് ശുക്രൻ. 5, 10 ഭാവാധിപൻ. ഒരു ത്രികോണത്തിന്റെയും ഒരു കേന്ദ്രത്തിന്റെയും ആധിപത്യം വരുമ്പോൾ രാജയോഗാധിപനാവും. യോഗാധിപനായ ശുക്രൻ, രാജയോഗാധിപനായ ശുക്രന്റെ ദൃഷ്ടിയാണ് മകരലഗ്നത്തിന്. അത് ഗുണം ചെയ്യും. ശത്രുക്ഷേത്ര ആണെങ്കിൽ പോലും 7 ശുക്രൻ മകരലഗ്നത്തിന് വലിയൊരു ദോഷം ചെയ്യില്ല. ലഗ്നത്തിനെ ശുഭത്വപ്പെടുത്തും. രാജയോഗാധിപനാണ്. ദശ വന്ന നന്നാവും. അതേപോലെ തന്നെ അത് 5ാം ഭാവാധിപനുമാണ്, 10ാം ഭാവാധിപനുമാണ്. അപ്പൊ കർമ്മപരമായും സന്താനപരമായിട്ടൊക്കെ അഭീഷ്ടങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നടക്കാനൊക്കെ പറ്റും. എങ്ങനെ? ശുക്രന്റെ ഗുണം. മകരലഗ്നത്തിന് ശുക്രൻ ദോഷം ചെയ്യില്ല. അതേപോലെ തന്നെ കുംഭലഗ്നത്തിന് എന്തും ചെയ്യില്ല. കുംഭലഗ്നത്തിന് രാജയോഗാധിപനാണ് ശുക്രൻ, അല്ലെ? കുംഭലഗ്നത്തിന്റെ 4, 9 ഭാവാധിപൻ. ഒരു കേന്ദ്രം, 4 കേന്ദ്രമാണ്, 9 ത്രികോണമാണ്. ഒരു കേന്ദ്രത്തിന്റെയും ഒരു ത്രികോണത്തിന്റെയും ആധിപത്യം വരുന്ന ശുക്രൻ. മകരം കുംഭം ലഗ്നങ്ങൾക്ക് രാജയോഗാധിപനായ ശുക്രൻ 7 നിൽക്കുന്നത് നല്ലതാണ്. പാപബന്ധം വന്നുകൂടാ. ഇവിടെ ഗവൺമെന്റ് ജോലിക്കൊക്കെ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ പൈലറ്റ് ആവാനൊക്കെ സാധ്യത കൂടുതലാണ്. ഗവൺമെന്റ് ജോലിക്ക് സാധ്യത കൂടുതലാണ്. ഈ രാശിയും അതുപോലെ തന്നെ ഇവിടെ ശുഭത്വം വരണം. ഇവിടെ ശനിക്കും ശുഭത്വം വന്നു നിൽക്കാം. ഇനി ലഗ്നത്തിൽ നിന്നുകൂടാ. ശനിക്ക് മറ്റേതെങ്കിലും ഗുരുദൃഷ്ടിയോ ഗുരുയോഗോ അങ്ങനെയൊക്കെ വന്നു നിൽക്കാം. ശുക്രന്റെ കൂടെ ഗുരു നിൽക്കാനും പാടില്ല, ശനി നിൽക്കാൻ പാടില്ല. ശനിക്ക് മറ്റേതെങ്കിലും ശുഭത്വമൊക്കെ വന്നു കഴിഞ്ഞാൽ പൈലറ്റ് അല്ലെങ്കിൽ അങ്ങനെ എയർ ഹോസ്റ്റസ് അങ്ങനെയുള്ള ജോലികളൊക്കെ വരാനൊക്കെ സാധ്യത കൂടുതലാണ്. 7 ശുക്രൻ നല്ലതാണ്, രാജയോഗാധിപനാണ്. അതുപോലെ ലാസ്റ്റ് ലഗ്നം മീനലഗ്നമാണ്. മീനലഗ്നത്തിന് ശുക്രൻ നീചനായി വരും. ഇതുവരെ നമ്മൾ മറ്റൊക്കെ പറഞ്ഞു, നീചം ആദ്യമായിട്ടാണ് പറയണം. നീചത്തിലെത്തിയില്ല, ഉച്ചം പറഞ്ഞു അല്ലെ? കന്നി ലഗ്നത്തിന് തനിക്ക് എതിർ സ്വഭാവമുള്ള ബുദ്ധിയുടെ ലഗ്നമായിട്ടുള്ള കന്നിക്ക് കാമത്തിന്റെ ഘാരകനായ ശുക്രൻ 7 വരുന്നത് സ്വഭാവത്തെ മാറ്റുമെങ്കിലും നല്ലത് എപ്പോഴും ഗുണം തന്നെ വരും. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞു, മീനത്തിനും ധനുവിനും ലഗ്നം 7 ശുക്രൻ എവിടെ നിന്നാലും ദശ നടത്തിയ ദോഷം ചെയ്യും. എവിടെ നിന്നിയാലും ദോഷം ചെയ്യും. അഷ്ടമാധിപൻ അഷ്ടമത്തിന്റെ 12ലാണ് എന്നൊരു ഗുണമുണ്ട്. ചെറിയൊരു ശുഭത്വം അല്ലെങ്കിൽ പാപത്വം തരാൻ കഴിവില്ലായ്മ, അതാണ് 8ാം ഭാവം. മീനലഗ്നത്തിന്റെ 8ാം ഭാവത്തിലാണ് ശുക്രന്റെ വീട്. 3ാം ഭാവമാണ് ശുക്രന്റെ മറ്റൊരു വീട്. 3, 8 ഭാവാധിപനാണ് ശുക്രൻ. അപ്പൊ ഇതില് 3ാം ഭാവാധിപത്യാണ് ഒരു കുറച്ചധികം ചെയ്യാം. പക്ഷേ അഷ്ടമാധിപത്യവും തരും. ആ അഷ്ടമാധിപത്യം തരുന്ന സമയങ്ങള് വളരെ ദോഷമായിരിക്കും. അപ്പൊ ശുക്രദശ മീനലഗ്നത്തിനും ധനുലഗ്നത്തിനും വരാൻ പാടില്ല. ചില സമയത്ത് കർക്കിടകത്തിനും ചിങ്ങത്തിനും ദോഷം ചെയ്യലുണ്ട്. പൊതുവെ മറ്റ് ഭാവങ്ങൾക്ക് മറ്റ് ലഗ്നങ്ങൾക്കൊക്കെ, അതായത് 3, 3, 6, 2, 8 ലഗ്നങ്ങൾക്കും വലിയ ദോഷം ചെയ്യില്ല എന്ന് മാത്രമല്ല 7 നിൽക്കുന്ന ശുക്രൻ നല്ലതായിരിക്കും. നല്ല പ്രായത്തിൽ വരുമ്പോൾ, പാപബന്ധമില്ലാതെ വരുമ്പോൾ, ശുഭത്വത്തോടു കൂടി നിൽക്കുമ്പോൾ, ഇവിടെ നീചനാണെങ്കിലും ശുക്രൻ 30% ഫലം തരും. ഒരു പെണ്ണുമായിട്ടുള്ള പ്രേമം അല്ലെങ്കിൽ ദാമ്പത്യം ഒക്കെ ഉണ്ടാവും. ഉച്ചം ചെയ്യുന്ന ശുക്രൻ എന്ത് ചെയ്യും? ഒരുപാട് സ്ത്രീകളുമായി ബന്ധം വരുത്താം. പക്ഷെ അതേസമയം ഈ നീചനായ ശുക്രൻ ഒന്നും ഇല്ലാന്നല്ല, തരില്ലാന്നല്ല ചിന്തിക്കേണ്ടത്. 7 ശുക്രൻ നീചനാണെങ്കിലും തീർച്ചയായിട്ടും ശുക്രദശ വന്ന വിവാഹം നടക്കും. നല്ല വിവാഹ ജീവിതം ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ ആരും പാടില്ല. രാഹു ശനിയോ ഉണ്ടെങ്കിൽ ഇത് കെട്ടുപോകും. ബുധൻ ഉച്ചത്തിൽ, ബുധൻ കൂടെ ഉണ്ടെങ്കിൽ വളരെ വിശേഷമായിരിക്കും ഈ ശുക്രൻ. കാര്യം നീച വന്ന രാജയോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. ബുധൻ കൂടെയുള്ള ശുക്രന്റെ 7 നിൽക്കുന്ന ശുക്രന് നീച വന്ന രാജയോഗം വരും. പക്ഷെ അപ്പോഴും ശുക്രദശ എന്ത് സംഭവിക്കുള്ളൂ? അഷ്ടമത്തിന്റെ
ഫലങ്ങൾ തരും. അഷ്ടമത്തിൽ എന്താണ്? അഷ്ടമത്തിന്റെ നല്ല ഫലങ്ങൾ ചിലപ്പോൾ സംഭവിക്കും. അതെന്തായിരിക്കും? വിദേശം, അതർ സ്റ്റേറ്റുകൾ, ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് പോലുള്ള ജോലികൾ, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഈ ശുക്രദശയിൽ സംഭവിക്കും. പക്ഷെ അത് ലഗ്നത്തിന് ഫലമുണ്ടാവണം. ബുധൻ കൂടെ വന്നാൽ സംഭവിക്കും. കാര്യം ശുഭത്വം വരും. ശുഭത്വം വരുമ്പോൾ ചെറിയൊരു മാറ്റം വരും, ദോഷങ്ങൾ കുറയും, അഷ്ടമാധിപത്യം. പക്ഷെ പൊതുവെ മീനത്തിനും ധനുവിനും ശുക്രദശ വരുമ്പോൾ ഏതെങ്കിലും അപഹാരത്തിൽ ദോഷങ്ങൾ സംഭവിക്കലുണ്ട്. മറ്റ് എല്ലാ ക്ഷേത്രങ്ങൾക്കും ശുക്രനെ 7 വരുന്നത് നല്ലതാണ്. പൊതുവെ കാമകാരകനായ ശുക്രന് ശനിബന്ധം വരാതിരിക്കാം. കാമകാരകനായ ശുക്രന് ആത്മീയകാരകനായ ശനിയുമായിട്ട് ബന്ധം വരുമ്പോൾ കാമത്തിന്റെ നേരെ വിപരീതമായ ആത്മീയ സ്വഭാവം അല്ലെങ്കിൽ ഭക്തി വരുന്നത് ശുക്രനെ കേടുവരുത്തും. അതേപോലെ തന്നെ രാഹുബന്ധം വരാതിരിക്കുക. രാഹു ശുക്രനെ വിഴുങ്ങി ശുക്രന്റെ ശക്തി മൊത്തം കളഞ്ഞ് രാഹു ദശയിൽ തരും, പക്ഷെ ശുക്രദശ കേടുവരും. അപ്പോൾ രാഹു അമാവാസി ചന്ദ്രന്റെ യോഗം വരാതിരിക്കുക. അമാവാസി ചന്ദ്രന്റെ യോഗം വന്നാൽ 7 നിൽക്കുന്ന ശുക്രൻ ദോഷം വരുത്തും, ദാമ്പത്യ ബുദ്ധിമുട്ടുകൾ വരുത്തും, ദാമ്പത്യത്തിന് തടസ്സം വരുത്തും. പാപബന്ധം വന്ന ശുക്രനെ 7 നിൽക്കുന്നത് നന്നല്ല. അതേസമയം ശുഭബന്ധം പൗർണമി ചന്ദ്രന്റെയോ ബുധന്റെ യോഗത്തിലോ ഗുരുവിന്റെ ദൃഷ്ടിയിലോ നേർദൃഷ്ടി അല്ലാത്ത ദൃഷ്ടികളിലൊക്കെ വരുമ്പോൾ ശുക്രദശ നന്നായിരിക്കും. 7 ശുക്രൻ പൊതുവെ കാമം കൊടുക്കുന്ന ശുക്രനാണ്. 20 വയസ്സിന് ശേഷം 60 വയസ്സ് വരെയുള്ള കാമത്തിന് ശരീരം പരുവപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ കാമം ഏൽക്കാൻ തരത്തില് ശരീരം പാകമാവുന്ന സമയത്ത് വരുന്ന ശുക്രദശയാണ് ഗുണമായിട്ട് വരിക. കാമകാരകനുമാണ്, ലക്ഷറി തരുന്ന കാരകനാണ്. വിദേശം കൊണ്ടുപോകുന്നത് 7ാം ഭാവത്തിന് ചില സഞ്ചാരങ്ങളൊക്കെ കൊടുക്കാം. കൂട്ടുകെട്ടുകൾ, ബിസിനസ്സിലുള്ള കൂട്ടുകെട്ടുകളൊക്കെ കൊടുക്കാം. അങ്ങനെ ശുക്രൻ 12 ഭാവങ്ങളിലും വരുന്ന ഒരു രൂപമാണ് ഏകദേശം പറഞ്ഞത്.